അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പനങ്കൂമ്പ് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഓൾറെഡി നമ്മൾ കുഴിച്ചിട്ടുണ്ടായിരുന്നു. പനയുടെ കൊട്ടകളൊക്കെ കൊട്ട തരണേ അതകളൊക്കെ കുഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി കയ്യില് കമ്പിപ്പാരില്ല കടപ്പാര എന്തോ ഒരു സാധനം കുത്താനുള്ള ഒരു സാധനമൊക്കെ പിടിച്ചിരിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ പാടത്ത് വന്നേക്കുവാണ്. അപ്പൊ ഈ പാടമല്ല, ഇതിനെന്താ പിന്നെ പറയാ, തൊടി. യെസ്, തൊടിയിൽ വന്നേക്കുവാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഇന്ന് പനയുടെ കൂമ്പ് എടുക്കാൻ പോവാ. അപ്പൊ അത് കുറെ കുഴിച്ചൊക്കെ ഇട്ടുണ്ട്. അമ്മ എത്ര ദിവസമായി കുഴിച്ചിട്ടിട്ട് എത്ര ദിവസമായി? 1 വർഷമായ. അപ്പൊ 1 വർഷമായി എന്നാ കുഴിച്ചിട്ടിട്ട് നമ്മ പറയുന്നത് കേട്ടോ. അപ്പൊ എന്ത് സാധനം കുഴിച്ചിട്ടെന്ന് ആദ്യം ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഫുള്ള് ഇതൊക്കെ കുത്തി എടുക്കണം. അപ്പൊ ഞാനാണ് അത് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി കുറച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ പിന്നെ അതെടുക്കടാ. ഇതാണ് പനങ്കൂമ്പ്. ഹെൽത്തിന് ഭയങ്കര സൂപ്പറാ. ഇത് നമ്മൾ വേവിച്ച് തിന്നും ഉപ്പൊക്കെ ഇട്ട്. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇന്ന് എനിക്ക് സൺഡേ ആയതുകൊണ്ട് ഹോളിഡേ ആണ്. അപ്പൊ അമ്മടൊപ്പം പാടത്തോട്ട് തന്നെ ഇറങ്ങി. അപ്പൊ അതിന്റെ വീഡിയോ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഒരു സാധനങ്ങളൊക്കെ നമ്മൾ കുഴിച്ചിട്ട് അതിൽ എല്ലാം ഒന്നും മുളച്ചു വന്നിട്ടൊന്നുമില്ല, കുറച്ച് മാത്രം മുളച്ചു വന്നു. അപ്പൊ മുളച്ച് അത്യാവശ്യം പാകമായി, കുറെ ആയി. ഇതാ ഇപ്പൊ ഈ പരുവത്തിലാണ് ഉള്ളത്. ഇനി നമ്മൾ ഇതൊക്കെ കിളച്ചെടുക്കണം. അപ്പൊ ഞങ്ങളുടെ ഇവിടെ ഇതിനെ കടപ്പാറാന്നാ പറയാ. കമ്പിപ്പാരയാണോ കടപ്പാറ എന്തോ ഒരു സാധനം കേട്ടോ നമ്മുടെ ഇവിടെ നിന്നാണ്. ഇപ്പൊ ഞാൻ അത് കുത്തിയെടുക്കണം. എന്താ ഒരു ചേച്ചി ഉണ്ട്, പുള്ളിക്കാരി നമ്മളെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്, ഉലാത്തിക്കൊണ്ടിരിക്കുന്നു. വേമ്പ അമ്മ കുറച്ച് മാറ്. അന്ന് പകുതി പോണായിട്ടേ. അത് പകുതിയല്ല, അത് വേരാണ്. ഇനി അത് വേരാണ്. മൂത്തൂന്നാ പറയണത് ഇപ്പൊ. നീ എന്നെ പണിയിട്ടിരുന്നത് പാക്കാമേ. ഇതാണ് കടയിലൊക്കെ കിട്ടുന്നത്. കടയിൽ നമ്മൾ വാങ്ങിക്കാൻ എത്ര രൂപ പൊന്നുവിന്റെ വില? 5 രൂപ. ഒരെണ്ണത്തിന് 5 രൂപ അല്ലെ. ഇതിന് വലിയ പണിയൊന്നും ഇല്ല കേട്ടാ. അമ്മ ഈ ജസ്റ്റ് കോട്ട നല്ലോണം മണ്ണ് കളച്ചിട്ട് അതിനകത്ത് കുഴിച്ചിടുക. മണ്ണ് ടൈറ്റ് ആയിട്ടുണ്ടാവാൻ പാടില്ല. ലെയർ പരത്തി വെച്ചിട്ട് இந்த கொட்டையை பரத்தி വെച്ചിട്ട് പിന്നെ അടുത്ത ലെയറും പിന്നെ അതിമേലെ മണ്ണ പോട്ടിട്ട് പിന്നെ അടുത്ത ലെയർ. കിട്ടിയാ? അങ്ങനെ ഞാൻ കിളച്ചിട്ട് അത് അതിന് പറിച്ചെടുത്തു വന്ന് കുറേ എത്രയായി. എന്തായാലും നമ്മളിത് മൊത്തം കിളച്ചെടുക്കാൻ പോവാണ്. കരിഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ ഇത് എടുക്കാൻ പറ്റാതെ മൂത്ത് പോവും, മൊത്തം പനയാവും. അപ്പം അതുകൊണ്ട് നമുക്ക് ഇപ്പം തന്നെ ആവാത്ത പണിക്ക് പോകുന്നുണ്ട്. എന്തിനാ ഇവിടെ കുത്തണമെന്ന് യാതൊരു ഐഡിയ ഇല്ല. അവിടെ ഒന്നുമില്ല, അവിടെ ഇട്ട് കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഓ അവിടെ ഒരെണ്ണമുണ്ട്. അത്ര അടുത്ത കർഷകശ്രീ അവാർഡിന് ശ്രമിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. കർഷകശ്രീ. ഓ ഓ പൊന്നോ പോയേ. എടുത്തു, പക്ഷെ അത് കുഞ്ഞിതാ, ചെറുത്. വേർത്തു. ഇനി ഞാൻ എടുക്കണം. അപ്പോൾ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് മൊത്തം ഫുള്ള് സാധനങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം എത്ര കിട്ടിയെന്നുള്ളത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് വേവിച്ച് തിന്നണം. അതിൻ്റെ വീഡിയോ കൂടെ പറ്റുമെങ്കിൽ അടി കേട്ടോ. എന്നേലും പണിയെടുക്കാൻ പാടില്ല, ഇടയ്ക്കിടയ്ക്ക് പണിയെടുക്കാം. ഇതൊക്കെ പൊക്കി കിളച്ചിട്ട് വർഷങ്ങളായി. പക്ഷെ 5 മിനിറ്റ് ചെയ്യുമ്പോഴേക്കും പാടലായി. എന്നാലും നമ്മൾ ചെയ്യും. അപ്പോഴേ നാളെ നടു പിടിക്കത്തുള്ളൂ. മിക്കവാറും നടു പിടിക്കുന്നത് തോന്നണം. എന്നാലും നമ്മൾ ചെയ്യണം. എക്സസൈസ് ചെയ്യണം. പാടവും പറമ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് ഇറങ്ങി കിളക്കുക. അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു എക്സസൈസ് ഇല്ല. ഞാൻ ഒരു ഫിസിയോ ആണ് കേട്ടാ. അതുകൊണ്ട് ഇത് സയൻറ്റിഫിക്കായിട്ടും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. എനിക്ക് നടുവേനിക്കുണ്ടെന്ന് മാത്രം. അതുകൊണ്ട് പാടമൊക്കെ ഉണ്ടെങ്കിൽ ജിമ്മിൽ പോകണം നിർബന്ധമൊന്നുമില്ല. അവനവൻ്റെ പാടത്ത് ഇറങ്ങി കുറച്ച് നേരം കിളച്ചാൽ മതി. എല്ലാ എന്താ പറയുക, കൊളസ്ട്രോളോ ഫാറ്റൊക്കെ ഉണ്ടെങ്കിൽ ബേണായി. കലോറി ബേൺ ചെയ്യണമെങ്കിൽ പാടത്തിറങ്ങി കളിച്ചാൽ മതി. അതിലുള്ള ലെയറൊക്കെ അമ്മ അതാണ്ട് അയച്ച കളയുന്നത്. എന്നമ്മ ഇനി കൊണ്ടുപോയിട്ട് മേലത്തെ സാധനം കട്ടി കളഞ്ഞ് വേവിക്കരുതല്ല. ചുടുതണ്ണിയും ഉപ്പും. ചുടുതണ്ണിയിലെ അല്ല തണ്ണിയിലെ ഉപ്പ് ഇട്ട് വേവിക്കരുത്. മഞ്ഞപ്പൊടി വേണമാ.
കുറച്ച് മഞ്ഞപ്പൊടി തൊട്ടിട്ട് വേവിക്കാം. ഇപ്പോൾ ഇതാ വേർത്ത് കുളിച്ചു. സോ ഇറ്റ് വാസ് റിയലി ഫണ്ണെന്നല്ല, കുറച്ചധികം കലോറീസ് എന്തായാലും ബേൺ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അത് ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യണം, കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ മാക്സിമം വീക്കെൻഡ്സ് ആകുമ്പോൾ പാടം പറമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങി കളിച്ച് കഴിഞ്ഞാൽ എക്സസൈസും ആവും. സെക്കൻഡ് തിങ് പലതും തിന്നാനും ഉണ്ടാക്കാം. സോ 2 in 1 പർപ്പസാണ്. നല്ലത് വല്ലതും തിന്നാനും കിട്ടും. അപ്പോൾ ഞാൻ ഇത്ര നേരം കിളച്ചതിൽ ഓൾമോസ്റ്റ് ഒരു 1/2 മണിക്കൂർ കിളച്ചിട്ടുണ്ടാവും. ഇതാ അമ്മ എത്ര ഉണ്ട് അമ്മ കാണി? ഇതാ എങ്കമ്മ കാണി ഇവിടെ നോക്ക്, കുറേ ഉണ്ടല്ലോ. ഇതാ കുറേ കിട്ടിയിട്ടുണ്ട്. ഇതാ സാധനം മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പോവുക വേവിക്കണം. അത് ഉപ്പും ഇതും കൂടെ ഇട്ട് വേവിക്കണം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പണിയായിരുന്നു. ലൈക്ക് കുറച്ചധികം നേരം വന്നു. നോർമലി ഞാനിങ്ങോട്ട് ഇറങ്ങാറില്ല, ഇറങ്ങിയിട്ട് കുറേ ആയതുകൊണ്ട് ഇത്രയും ക്ഷീണം. റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ പാടത്ത് കുറേ കവുങ്ങും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം പനങ്കൊമ്പ് പോയിട്ട് നമുക്ക് തിന്നാം. സാധനം അടിപൊളിയാണ് കേട്ടോ. ഇന്നത്തെ പരിപാടി തീർന്നു കേട്ടോ. നിരേവിച്ച് തിന്നുമ്പോൾ വീഡിയോ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ തട്ടിയേക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ഞായറാഴ്ച വേറൊരു വിശേഷമായിട്ട് ഞാൻ വരാം. ബൈ. ഈ പൊന്നു മേലെ കാണിക്കടാ. സാധനം വെന്തു ഗായ്സ്, നമുക്കിനി തിന്നാം. അപ്പോൾ എൻ്റെ വെന്തിട്ടുണ്ട്, നല്ല ചൂട്. നല്ല ടേസ്റ്റ്.